പാരിസ്ഥിതികമായ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ എല്ലായിടത്തും റോഡുണ്ടല്ലോ, എല്ലായിടത്തും റോഡുണ്ട്. നാഷണൽ ഹൈവേ വന്നു, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സംസ്ഥാന ഹൈവേ വന്നു, ജില്ലാ റോഡുകളുണ്ട്, അതിൽ ചെറിയ ചെറിയ റോഡുകൾ എല്ലായിടത്തും ഉണ്ട്. അതിൽ ഒട്ടുമിക്ക റോഡുകളും ടാർ ചെയ്ത് കഴിഞ്ഞു. ഇനി അപൂർവം ചില റോഡുകൾ ടാർ ചെയ്യാൻ ബാക്കിയുണ്ട്. ഫീൽഡിൽ പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം പറയാം. അത് ഒരുപക്ഷെ ആ രീതിയിൽ പഠിക്കപ്പെടേണ്ടതാണെന്ന് ഞാൻ തോന്നുന്നു. ഇപ്പോൾ ഈ ചെറിയ റോഡുകൾ, ഈ ഗ്രാമങ്ങളിലെല്ലാം കാണുന്ന ചെറിയ ചെറിയ റോഡുകളുടെ ഒരു ചരിത്രം നോക്കിയാൽ ഈ റോഡുകളിൽ 90% ഒരു കാലത്ത് തോടായിരുന്നു. ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും ഇവിടെ എഴുതിയും ഞാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. എന്നാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ 100 നമ്മുടെ ഗ്രാമീണ റോഡുകൾ, ചെറിയ റോഡുകൾ 100 ഉണ്ടെങ്കിൽ അതിൽ 90 എണ്ണവും ഒരു കാലത്ത് തോടായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ തോടൊന്നും ഒരിക്കലും അളവിൽ വരില്ല. തോടൊന്നും ഒരിക്കലും അളവിൽ വരില്ല. ഈ വില്ലേജിൽ നിന്ന് റവന്യൂ അധികാരികൾ അളഞ്ഞെന്ന് തിരിച്ച് തണ്ടപ്പേര് തരുമല്ലോ, ആ സമയത്ത് തോടിനുള്ള സ്ഥലം ഒഴിച്ചിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ സ്ഥലം നഷ്ടപ്പെടുത്താതെ, നിന്റെ സ്ഥലം നഷ്ടപ്പെടുത്താതെ എനിക്ക് നടക്കാൻ പറ്റിയ ഒരു മാർഗം തോടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? കുറേശ്ശെ മണ്ണിട്ട് ആ വലിയ തോട് ചെറിയൊരു നീർച്ചാലാക്കി മാറ്റും. പിന്നീട് അത് മൊത്തം നമ്മുടെ അങ്ങ് തൂർത്ത് കളയും. പിന്നെ അതിന് വീതി കൂടും, അതിന് മേലെ ടാറിങ് വരും. അങ്ങനെ ഒരു കാലത്ത് തോടുകളായിരുന്ന സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ റോഡുകളായി ഉപയോഗിക്കുന്നത്. അങ്ങനെ തോടുകൾക്ക് മേലെ കൂടിയാണ് നമ്മൾ ഇന്ന് സ്കൂട്ടറും കാറും എല്ലാം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വികലമായ ഒരു പാരിസ്ഥിതിക അവബോധമാണ്! എത്ര ചരിത്രവിരുദ്ധമായ, എത്രയ്ക്ക് രാഷ്ട്രീയമായ, എത്രയ്ക്ക് മനുഷ്യവിരുദ്ധമായ ഒരു സമീപനമാണ് ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിച്ചതെന്ന് നമ്മൾ ആലോചിക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം. ഇവിടെ